ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ L366 പറ്റിയാണ്. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നത് ഈ വരുന്ന 18-ാം തീയതിയാണ്, ഈ മാസം തന്നെ. പിന്നെ സിനിമ മാർച്ചോടെ ആയിരിക്കും മൊത്തം ഷൂട്ടിങ്ങും തീരാൻ ചാൻസ് ഉള്ളത്. പിന്നെ സിനിമ റിലീസ് ചെയ്യുന്നത് നമ്മുടെ 2026 പൂജ ഹോളിഡേയ്സിന് റിലീസ് ചെയ്യാനാണ് അവർ താൽക്കാലികമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് L366 വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഡബ്ബിങ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അതായത് നമ്മുടെ മമ്മൂക്കയുടെയും ഡബ്ബിങ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഖലീഫയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ട് സിനിമയ്ക്ക് ഇനിയും 100 ദിവസത്തെ ഷൂട്ടിംഗ് ഇനിയും ബാക്കിയുണ്ട്. കാലിക്കട്ടിൽ സിനിമയുടെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. സിനിമ നമ്മുടെ ഓണർ റിലീസിൽ നിന്ന് മാറ്റുമെന്ന് വൻ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഷൂട്ടിംഗ് ഇത്രയും കിടക്കുന്നുണ്ട്, പിന്നെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്സൊക്കെ കുറച്ച് കിടക്കുന്നുണ്ട്. സോ എന്താവും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഖലീഫയ്ക്ക് വേണ്ടി. നമ്മുടെ സൗബിൻ നായകനായ പാതിരാത്രി എന്ന സിനിമ ഈ വരുന്ന ഫെബ്രുവരി 20-ാം തീയതി നമ്മുടെ C5 എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. വിജയ് സേതുപതി, രാജീവ് ബി ഷെട്ടി, മാളവിക മോഹനൻ, കിഷോർ എന്നിവർ 4 പേരും മെയിൻ കഥാപാത്രങ്ങളിൽ എത്തുന്ന പോക്കറ്റ് നോവൽ എന്ന സിനിമയുടെ ഈ ഒരു ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സംഗീതം നയിക്കുന്നത് നമ്മുടെ ഇളയരാജയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ടോക്സിക് എന്ന സിനിമയെ പറ്റി ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്, ഉറപ്പില്ല. സിനിമയുടെ റൂമർ എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുകയും പിന്നെ ഈ മാസം ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോൾ ഒരു സോങ്ങും റിലീസ് ചെയ്യുന്നതും ചെറിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ എന്തായാലും ഹോളി പ്രമാണിച്ച് സിനിമയുടെ ട്രെയിലറും വരാൻ ചാൻസ് ഉണ്ട്. ഇതെന്തായാലും റൂമേഴ്സാണ്. എന്തായാലും നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നലെ നമ്മുടെ രാജ് കമൽ പ്രൊഡക്ഷനിൽ വരുന്ന നമ്മുടെ ശിവകാർത്തിക നായകനാവുന്ന സിനിമയുടെ പോസ്റ്റ് ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിയോൺ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല കിടിലം ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. ഏകദേശം നമ്മുടെ കറുപ്പ് എന്ന സിനിമയുടെ പോസ്റ്ററായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. ബൈസൺ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ധ്രുവ വിക്രം അടുത്തായിട്ട് ചെയ്യാൻ പോണത് ഒരു റോംകോം സിനിമയാണ്. നമ്മുടെ രുക്മിണി വാസന്താണ് പെയറായിട്ട് വരുന്നത്. നമ്മുടെ സായിയാണ് മ്യൂസിക്കൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകൾ, സിനിമ വാർത്തകൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.